ഡീറ്റെയിൽസ് അവതരിപ്പിക്കുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻ പാർട്ടുകളിൽ അടിസ്ഥാനപരമായിട്ടുള്ള ക്രെഡിറ്റ് അതുപോലെ കോഴ്സുകളുടെ വിവരണങ്ങൾ അടിസ്ഥാനപരമായിട്ട് പറയുകയുണ്ടായി. എന്താണ് ക്രെഡിറ്റ് എന്നും എങ്ങനെയാണ് അത് കരസ്ഥമാക്കുന്നതെന്നും അവിടെ പറഞ്ഞു. ക്രെഡിറ്റ് കൂടാതെ ഓരോ കോഴ്സും, അതായത് ഓരോ സബ്ജക്റ്റ് പേപ്പർ എന്നുള്ള വാക്കുകൾക്ക് പകരം സാങ്കേതികമായിട്ട് നിയമപരമായിട്ട് ശരിക്ക് ഉപയോഗിക്കേണ്ട വാക്ക് കോഴ്സ് എന്നാണ്. ഓരോ കോഴ്സും പരീക്ഷ എഴുതി നേടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ആണ് ആ കോഴ്സിന്റെ ഗ്രേഡ് തീരുമാനിക്കുന്നത്. ഈ പട്ടിക അത് വളരെ വ്യക്തമാക്കി പറയുന്നു. KTUവിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്ന അത് തന്നെ ഞാൻ ഇങ്ങോട്ട് എടുത്തിരിക്കുകയാണ്. ഒരു വിഷയം ഇന്റേണൽ മാർക്കും യൂണിവേഴ്സിറ്റി മാർക്കും കൂടി കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ CIE പ്ലസ് ESE എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ, രണ്ട് തരത്തിൻ്റെയും കൂടിയുള്ള മാർക്കുകൾ കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ അത് 90 അതിൽ കൂടുതലോ ശതമാനമോ ഉണ്ടെങ്കിൽ, അതായത് 100ലാണ് മാർക്ക് വരുന്നത്, 90 ആൻഡ് അബവ് മാർക്കാണെങ്കിൽ ആ വിഷയത്തില് ആ കോഴ്സിന് S ഗ്രേഡ് കിട്ടും. ഗ്രേഡ് കാർഡിൽ S എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ആണിത്. ഗ്രേഡ് പോയിന്റ് നമുക്ക് എഴുതി കിട്ടൂല. അത് സെർവറില് പ്രോഗ്രാം എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. 10 ഗ്രേഡ് പോയിന്റ് അവിടെ കണക്കാക്കപ്പെടും. ഇനി മാർക്ക് 85%-നും 90%-നും താഴെ 85%-നും മേലെ ആണെങ്കിൽ A+, 9 ഗ്രേഡ് പോയിന്റ്. 80%-നും 85%-നും ഇടയ്ക്കാണെങ്കിൽ A ഗ്രേഡ് 8.5 8.5 അതിന്റെ ഗ്രേഡ് പോയിന്റ്. ഇങ്ങനെ 0.5 വെച്ച് ഗ്രേഡ് പോയിന്റുകൾ കുറയുന്നു. A+, A, B+, B, C+, C ഗ്രേഡ് എന്ന് പറഞ്ഞാൽ 60% മേലെ മാർക്ക് നമ്മൾ നേടുന്നു. 60ൽ കൂടുതൽ മാർക്ക് നേടുന്നു. 100ലാണല്ലോ മാർക്ക്. അപ്പൊ ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള മാർക്കുകൾ കൂട്ടിയിട്ടാണ് ഈ ഗ്രേഡ് പോയിന്റ് ഇവ നമുക്ക് ലഭിക്കുന്നത്. ഇന്റേണലും നമുക്ക് വേണം, എക്സ്റ്റേണലും വേണം. അപ്പൊ ഇന്റേണൽ മാത്രം വളരെയധികം കൂടുതൽ കിട്ടിയിട്ടും കാര്യമില്ല. അതിന് വേറെ ഒരു നിയമം അവിടെ പറയുന്നുണ്ട്. നോർമലൈസേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസേഷൻ എന്നും പറഞ്ഞിട്ട്. ഇന്റേണൽ മാർക്ക് കോളേജുകളിൽ നിന്ന് പഠിക്കുന്ന സമയത്തിന് അനുസരിച്ച് ഇവാലുവേഷൻ നടത്തുന്ന കണ്ടിന്യൂസ് ഇവാലുവേഷൻ അനുസരിച്ച് നൽകപ്പെടുന്നതാണ്. ഒരു സാധ്യത ഉള്ളതെന്ന് വെച്ചാല് മാർക്കുകൾ വളരെ ലീനിയന്റ് ആയിട്ട്, ഔദാര്യത്തോടു കൂടി തന്നെ എന്ന വാക്കേ ഞാൻ പറയുള്ളൂ. അങ്ങനെ മാർക്കുകൾ വളരെ ലൂസായിട്ട് കൊടുക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ നേരെ തിരിച്ചാണ്. പരീക്ഷ എഴുതുന്ന 2.5 മണിക്കൂർ നേരം കൊണ്ട് തന്നെ നേടുന്ന മാർക്കാണ്. അത് വാല്യൂ ചെയ്യുന്നതും വേറെ അധ്യാപകരാണ്. അപ്പൊ സ്വന്തം പഠിപ്പിച്ച അതേ അധ്യാപകൻ വാല്യൂ ചെയ്യണം എന്ന് ഒരു പരിധി വരെയുണ്ട്. അതേസമയത്ത് വേറെ ഒരു ആൾ വാല്യൂ ചെയ്തിട്ടും അത് തീരുമാനിക്കണം എന്നും ഉണ്ട്. രണ്ട് ഫാക്ടേഴ്സും നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇന്റേണൽ മാർക്സ് ചിലയിടങ്ങളിൽ വളരെ ബൂസ്റ്റ് ചെയ്ത് നൽകുന്നുണ്ട്. അത് തെറ്റാണ്. അത് തെറ്റായ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും തരുന്നത്. കുട്ടികളുടെ ആ കഴിവ് കൃത്യമായിട്ട് വിലയിരുത്തി അവിടെ റിസൾട്ടിൽ അത് വരുന്നെങ്കിൽ കൃത്യമായിട്ടുള്ള ഇവാലുവേഷൻ തന്നെ അവിടെ നടക്കണം. എന്നാലേ കുട്ടികൾക്കും കൃത്യമായിട്ട് ജോലി സ്ഥലത്ത് ചെന്നും നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ ഒരു സംശയമില്ല. ഇപ്പോൾ തോന്നും ചുമ്മാ അങ്ങ് പാസ്സാക്കി വിട്ടാ പോരെ എന്ന്, എനിക്ക് എങ്ങനെയെങ്കിലും പാസ് മാർക്ക് കിട്ടിയാൽ മതി. അങ്ങനെയല്ല. അത് എടുക്കുക തന്നെ വേണം നിങ്ങൾ. അതാണ് ഈ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് തന്നെ. അതായത് അധ്യാപകർ ആരും തന്നെ വിദ്യാർത്ഥികളുടെ മാർക്ക് കട്ട് ചെയ്യുന്നുമില്ല,
അവർക്ക് മാർക്ക് അങ്ങോട്ട് ദാനം ചെയ്യുന്നുമില്ല. വിദ്യാർത്ഥികൾ പഠിച്ച്, അധ്യാപകർ പഠിപ്പിക്കുന്നു, വിദ്യാർത്ഥികൾ പഠിച്ച് അവരവരുടെ കഴിവിനനുസരിച്ച് മാർക്ക് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ക്രെഡിറ്റുകളാണ് അവിടെ. അധ്യാപകർ അതിനൊരു എന്താണ്, ഒരു മാർഗനിർദ്ദേശി, ഗൈഡ്, സൂപ്പർവൈസർ മാത്രം. അപ്പോൾ 60% ഇന്റേണൽ മാർക്ക് വല്ലാതെ പെർസെൻറ്റേജ് കൂടുതലായിട്ട് വരികയാണെങ്കിൽ, അതായത് സെഷണൽ മാർക്കിന്റെയും യൂണിവേഴ്സിറ്റി മാർക്കിന്റെയും ഡിഫറൻസ് 30% കൂടുതൽ വന്നാൽ അത് നോർമലൈസ് ചെയ്യപ്പെടാൻ വേണ്ടി ഇന്റേണൽ മാർക്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കുറവ് വരുത്തപ്പെടും. ഇങ്ങനെ ഒരു നിയമം കൂടി തുടക്കം മുതലേ 2015 മുതലേ നമ്മുടെ KTU നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം നിയമങ്ങളൊക്കെ നമ്മുടെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മുതൽ ഉള്ള ഒരു ഘടനയാണ് ഇതൊക്കെ. അവരുടെയൊക്കെ തന്നെ നിയമാവലി അനുസരിച്ചാണ്. പക്ഷെ അവിടെയൊക്കെ വളരെ കടുക്കട്ടിയായിട്ട് അത് നടപ്പാക്കും. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് അത് ചെയ്യാൻ കുറച്ച് ലാഘവത്തോടെയാണ് ചെയ്യുന്നത്. നിയമങ്ങളൊക്കെ അതുപോലെ തന്നെ മാതൃകയിലാണെങ്കിൽ പോലും കുറച്ച് ലീനിയന്റ് ആയിട്ടൊക്കെ തന്നെയാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് അത്ര പ്രയാസമായിട്ട് ഇതെടുക്കേണ്ട. പക്ഷെ നിങ്ങൾ ഒരു പ്രൊഫഷണൽ ആയിട്ട് മാറുന്ന ഒരു വ്യക്തിയാണ്. പ്രൊഫഷണൽ ആയിട്ട് നിങ്ങളുടെ ജോലി രംഗത്തും ഒക്കെ ശോഭിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആ കഴിവുകൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് കരുതിയിട്ട് മാത്രം ഇങ്ങനെയൊക്കെ കുറച്ച് നിബന്ധനകൾ ഉള്ളതാണ്. അപ്പോൾ ഇന്റേണൽ മാർക്കും എക്സ്റ്റേണൽ മാർക്കും വളരെ കൃത്യമായിട്ട് പഠിച്ച് തന്നെ ഓരോരുത്തരും നേടുക. ഇവിടെ നോക്കുക, 60% കൂടുതൽ അത് വന്നു കഴിഞ്ഞാൽ, ടോട്ടൽ മാർക്ക് വന്നു കഴിഞ്ഞാൽ C ഗ്രേഡ്, അതിൽ താഴെ 55 മേലെ 60 വരെ ശതമാനം D ഗ്രേഡ് ആയിട്ട് പറയും. അതിനും താഴെ 50% മുതൽ 55% വരെയാണ് മാർക്കെങ്കിൽ ജസ്റ്റ് പാസ്സായി എന്നാണ്. P എന്ന് പറയുന്ന ഗ്രേഡും 5.5 എന്നുള്ള ഗ്രേഡ് പോയിന്റ് വെച്ചിട്ടായിരിക്കും CGPA കാൽക്കുലേഷൻ അത് പോകുന്നത്. പിന്നെ ഉള്ള ഒരു പുതിയ സംവിധാനമാണ് 2019 സ്കീമിൽ ഇടയ്ക്ക് വെച്ച് ഇത് നടപ്പാക്കി പരീക്ഷിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. ആ ഒരു സംവിധാനം പറയുന്നത്, കുറച്ച് സ്ലോ ആയിട്ടുള്ള, പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന വിദ്യാർത്ഥികളിൽ ചിലർക്ക് എന്ത് സംഭവിക്കും, മിനിമം മാർക്ക് നേടി ചിലപ്പോൾ പാസ്സാവാൻ പറ്റിയെന്ന് വരില്ല. എന്ന് വെച്ചാല് ടോട്ടൽ മാർക്ക് 50% താഴെ പോകുന്നു. പക്ഷെ 40% മിനിമം മാർക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് നേടിയിരിക്കണം. അതിന് യാതൊരു ഇളവുമില്ല. അപ്പൊ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് 40% മാർക്ക് നേടുകയും എന്നാൽ ഇന്റേണൽ മാർക്ക് രണ്ടും കൂടി കൂട്ടിയിട്ട് ശരിക്ക് ഒരു വിഷയം പാസ്സാവണമെങ്കിൽ, ഒരു കോഴ്സ് പാസ്സാവണമെങ്കിൽ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്ക് പ്ലസ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ മാർക്ക്, എൻഡ് സെമസ്റ്റർ മാർക്ക് രണ്ടും കൂടി കൂടുമ്പോൾ 50 വരണം, 50% വരണം. അപ്പൊ ഇവിടെ 50% അത് വന്നില്ല. സെഷണൽ മാർക്കിൽ കാര്യമായ കുറവുണ്ട്. പക്ഷെ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതി 40% വാങ്ങി പാസ്സായി. 40% എന്ന് പറയുമ്പോൾ 60-ലാണ് മാർക്ക്, 36 മാർക്ക് വരും. അപ്പൊ 36 മാർക്ക് അവിടെ കിട്ടി. പക്ഷെ രണ്ടും കൂടി കൂട്ടിയിട്ട് 50 വരുന്നില്ല, 46 മറ്റോ ആണ് വന്നിരിക്കുന്നത് എങ്കിൽ ആ വിഷയത്തിന് ലോ പാസ് ഗ്രേഡ് അവാർഡ് ചെയ്യും. അയാൾക്ക് കിട്ടുന്ന ഡിഗ്രിയും ലോ പാസ് ഡിഗ്രി ആയിരിക്കും. പക്ഷെ ഒരു അറ്റംപ്റ്റിൽ ലോ പാസ് നേടി ജസ്റ്റ് പാസ്സായി നിൽക്കുകയാണ്. ആ വിദ്യാർത്ഥിക്ക് തോന്നുകയാണ്, ഞാൻ ഒന്നുകൂടി പഠിച്ചെടുത്ത് തൊട്ടടുത്ത അറ്റംപ്റ്റിൽ ആ വിഷയം തന്നെ അത് പാസ്സാക്കി എടുത്ത് ലോ പാസ് എന്നുള്ള മാറ്റി ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു ഗ്രേഡ് ഞാൻ നേടുമെന്ന ഇതുണ്ടെങ്കിൽ അത്തരം കേസിൽ മാത്രം ഇംപ്രൂവ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഗ്രേഡുകളിൽ ഒന്നും തന്നെ ഇംപ്രൂവ്മെന്റ് സംവിധാനമില്ല. ഒരു അറ്റംപ്റ്റ് പരീക്ഷ എഴുതി മാർക്കുകൾ നേടി ഗ്രേഡ് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഫിക്സ് ആയി, പിന്നെ അതിന് മാറ്റമില്ല. ലോ പാസ് വാങ്ങിയ വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ചാൻസ്, അതും ഒരു സെമസ്റ്ററിൽ മാക്സിമം 2 കോഴ്സുകൾക്കേ ഉള്ളൂ അങ്ങനത്തെ ഒരു കണ്ടീഷൻ, അങ്ങനെ ഒരു അവസരം യൂണിവേഴ്സിറ്റി നിയമത്തിൽ പറയുന്നുണ്ട്. ഇനി ഇതൊന്നും നേടിയില്ലെങ്കിൽ, അതായത് ഇന്റേണൽ മാർക്കും തീരെ കുറഞ്ഞു പോയി, എക്സ്റ്റേണൽ മാർക്ക് 40% കുറഞ്ഞു പോയി എങ്കിൽ 50% മാർക്കോ ടോട്ടലോ അല്ലെങ്കിൽ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന് 40% മാർക്ക് നേടാനുള്ള സാധ്യതയില്ല. അത് F ഗ്രേഡ് എന്ന് വെച്ചാൽ ഫെയിൽ. അവിടെ ഗ്രേഡ് പോയിന്റ് 0 ആണ്.
പിന്നെയുള്ള പുതിയതല്ല, നേരത്തെ മുതലേ ഉള്ള ഒരു ഗ്രേഡാണ് FE ഗ്രേഡ്. FE എന്ന് വെച്ചാൽ ഫെയിൽഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് എലിജിബിലിറ്റി. ഫെയിൽഡ് F, എലിജിബിലിറ്റി E, അങ്ങനെയാണ് അത് വന്നിരിക്കുന്നത്. ആ ഗ്രേഡ് രണ്ടക്ഷരമുള്ള ഗ്രേഡ് വരാതിരിക്കട്ടെ. അപ്പോ ഈ ഗ്രേഡിന് തോറ്റു എന്നാണ്, ആ വിഷയത്തിന് തോറ്റു എന്ന് തന്നെയാണ്. ഇത് മിക്കവാറും സംഭവിക്കുന്നത് അറ്റൻഡൻസ് ഷോർട്ടേജ് വരുമ്പോഴാണ്. അറ്റൻഡൻസ് ബിലോ 75% അല്ലെങ്കിലും മെഡിക്കൽ ഗ്രൗണ്ട്സിൽ പോലും കണ്ടൗൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ താഴേക്ക് പോയി, 60% താഴേക്ക് പോയാൽ ആ വിഷയത്തിന് FE ഗ്രേഡ് വരും. FE ഗ്രേഡ് വന്നാൽ എന്താണ് സംഭവിക്കുക? ആ വിഷയം അത് ചിലപ്പോൾ ഒന്നോ അതിലധികമോ വിഷയം ആകാം ഒരു സെമസ്റ്ററിൽ. ആ വിഷയങ്ങൾ വീണ്ടും ക്ലാസ്സിലിരുന്ന് ആവർത്തിച്ച് പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതി പാസ്സാക്കി എടുക്കണം. അതാണ് FE ഗ്രേഡിന്റെ ഒരു ദോഷം. വളരെ ഗൗരവമുള്ളതാണത്. കാരണം വീണ്ടും ആവർത്തിച്ച് പഠിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ക്യാമ്പസുകളിൽ എളുപ്പമല്ല. അതേ വിഷയം സീനിയർ ആയിട്ടുള്ള സെമസ്റ്റർ പഠിക്കുമ്പോൾ വരുന്ന 8 വിഷയങ്ങൾ കൂടാതെ ഇതുപോലെ FE ഗ്രേഡ് നേടിയ വിഷയം കൂടി പഠിച്ച് എടുക്കേണ്ടി വരും. അപ്പൊ സ്വതവേ കുറച്ച് വീക്കായിട്ടുള്ള ഒരു സ്റ്റുഡൻറ്, വീക്ക് എന്ന പേര് അത്ര ശരിയല്ല, കാരണം ആ കുട്ടി വേറെ പല വിഷയങ്ങൾക്കും നല്ല വിദഗ്ധനൊക്കെ ആയിരിക്കും, ആ ഒരു വിഷയത്തിൽ കുറച്ച് സ്ലോ ആയിപ്പോയി പഠിക്കാൻ, അതുകൊണ്ട് സംഭവിച്ചതായിരിക്കാം. അപ്പോൾ ആ കുട്ടിക്ക് വീണ്ടും അടുത്ത സെമസ്റ്റർ തന്നെ അത് ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ സ്ലോട്ട് കിട്ടില്ല ടൈം ടേബിളിൽ. അതുകൂടാതെ അത് വീണ്ടും എഴുതി പാസ്സാക്കാനും പ്രയാസം നേരിടാനാണ് സാധ്യത. അതുകൊണ്ട് തീർച്ചയായിട്ടും FE ഗ്രേഡ് വരാതെ നോക്കുക. സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ സെമസ്റ്ററിൽ പഠിക്കേണ്ട വിഷയങ്ങൾ അങ്ങ് പഠിക്കുക. പിന്നെ ഉള്ള ഒരു ഗ്രേഡ്, ഈ 2 ഗ്രേഡുകൾ ഇത്തവണ പുതിയതാണ്. AB, ക്യാപിറ്റൽ ലെറ്റർ Aയും സ്മോൾ ലെറ്റർ Bയും ആബ്സെന്റ് എന്നാണ് അത് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്തില്ല, ആ ദിവസം സുഖമില്ലാതെ വന്നു, അല്ലെങ്കിൽ ആ ഒരു പരീക്ഷ ആ കുട്ടി സ്കിപ്പ് ചെയ്തു, ഫീസ് അടച്ചു, രജിസ്റ്റർ ചെയ്തു, പക്ഷെ പരീക്ഷ എഴുതാൻ പോയില്ല, ആബ്സെന്റ്. ഓക്കെ, അങ്ങനെ ആയിരിക്കും അത് രേഖപ്പെടുത്തുക. നേരത്തെ അത് I ഗ്രേഡ് ആയിട്ടാണ് പറഞ്ഞിരുന്നത്. ഇപ്പോ അതായത് ഇൻകംപ്ലീറ്റ് എന്നാണ് പറയുന്നത്. I എന്ന് വെച്ചാൽ ഇൻകംപ്ലീറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ I ഗ്രേഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് 2024 സ്കീമിന് വ്യത്യസ്തമാണ്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 6 തിയറി സബ്ജക്റ്റ് ഉള്ളതിൽ 2 സബ്ജക്റ്റ് എന്ന് വെച്ചാൽ കോഴ്സ്, 2 കോഴ്സുകൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ ഈ ഒരു അറ്റംപ്റ്റിൽ ഞാൻ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതാതെ മാറി നിൽക്കുന്നു, ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നു, അത് ഓപ്റ്റ് ചെയ്യാതെ അടുത്ത ചാൻസിൽ ഞാൻ എഴുതാം എന്ന് തീരുമാനിക്കുന്നു. ചിലപ്പോൾ ആ വിദ്യാർത്ഥിക്ക് ആ സമയത്തെ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണമായിരിക്കാം ആ സമയത്ത് ആ ഒരു ചാൻസിൽ എഴുതാൻ പറ്റിയില്ല. അങ്ങനെ അത് നീട്ടി വെക്കാനുള്ള ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. അത്തരം കേസിൽ ആദ്യത്തെ ചാൻസ് റിസൾട്ട് വരുമ്പോൾ അതിൽ I ഗ്രേഡ് രേഖപ്പെടുത്തും. തൊട്ടടുത്ത ചാൻസിൽ എപ്പോഴാണോ യൂണിവേഴ്സിറ്റി ആ വിഷയം തന്നെ വീണ്ടും പരീക്ഷ നടത്തുന്നത് അതിൽ തന്നെ അത് അപ്പിയർ ചെയ്ത് പാസ്സാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെതായ ഗ്രേഡ് കാണിക്കുകയും 2 വരെ വിഷയങ്ങൾക്ക് കോഴ്സുകൾക്ക് അങ്ങനെ ഒരു അവസരം കൊടുത്ത് അത് ഫസ്റ്റ് ചാൻസ് ആയിട്ട് തന്നെ അവിടെ പരിഗണിക്കാനും നമ്മുടെ നിയമത്തിൽ നിഷ്കർഷിച്ചിരിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് ഇതിനെ കാണുന്നത്. പക്ഷേ ആ ഒരു കേസൊന്നും നമ്മൾ അപ്ലൈ ചെയ്യാതെ നോക്കുക. അങ്ങനെയാണെങ്കിലേ നമുക്ക് നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോകാൻ സാധിക്കുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ 8 കോഴ്സുകൾ ഒരു സെമസ്റ്റർ പഠിക്കാൻ തന്നെ, 6 തിയറി 2 പ്രാക്ടിക്കൽസ് പഠിക്കാൻ തന്നെ നല്ല ഒരു ലോഡായിട്ട് തന്നെ അതുണ്ട്. അത് ആസ്വദിച്ച് പഠിച്ച് അത് ചെയ്യേണ്ട പെർഫോമൻസുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ അന്നേരമേ സാധിക്കുള്ളൂ. അല്ലാതെ അത് കൂട്ടിയെടുത്ത് കൂടുതൽ വിഷയങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് പിന്നീട് അത് വേറൊരു സീനിയർ സെമസ്റ്ററിൽ പഠിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിയല്ല. പിന്നെ ഈ രീതിയിൽ ഗ്രേഡുകളും ഗ്രേഡ് പോയിന്റുകളും കണക്കാക്കിയിട്ട് ടോട്ടൽ വരുന്ന നമ്മുടെ CGPA എല്ലാം പഠിച്ചു കഴിഞ്ഞ് ടോട്ടൽ CGPA 6.5 അതിൽ മേലെയോ വരികയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സോടെ BTech പാസ്സായി എന്ന്
അവിടെ ക്ലാസിഫൈ ചെയ്യും. ആദ്യ ബാച്ചിന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. 2015 മുതലുള്ള സ്കീമിന് ഇങ്ങനത്തെ നിർവചനം ഇല്ലായിരുന്നു. അതുപോലെ ഡിസ്റ്റിങ്ഷനോടെ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ ആയിട്ട് ഒരു ബിടെക് പാസ്സായതായിട്ട് കണക്കാക്കണമെങ്കിൽ CGPA മൊത്തത്തിൽ 8 അതിലധികമോ വരണം. ഇനി CGPA പെർസെൻറ്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ട അവസരങ്ങൾ വരും. അന്നേരം യൂണിവേഴ്സിറ്റിയുടെ നിയമാവലിയിൽ തന്നെ ഇപ്പോൾ എഴുതി വെച്ചിരിക്കുകയാണ് 10 കൊണ്ട് CGPA ഗുണിച്ചാൽ മതി. അതായത് ഒരു കുട്ടിക്ക് CGPA 9.72 ആണെന്ന് വിചാരിക്കുക. 9.72 into 10 97.2% ആയിട്ട് പെർസെൻറ്റേജിൽ അയാളുടെ മാർക്ക് കണക്കാക്കാം എന്നാണ് അത് പറയുന്നത്. അപ്പോൾ ഇക്വലന്റ് പെർസെൻറ്റേജ് മാർക്ക് ഷാൽ ബി ഈക്വൽ ടു 10 into CGPA. അങ്ങനെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ക്രെഡിറ്റുകളെ കുറിച്ച് കഴിഞ്ഞ തവണ പറഞ്ഞു. ക്രെഡിറ്റിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരാള് ഓരോ പറഞ്ഞിരിക്കുന്ന ക്രെഡിറ്റുകൾ നേടുന്നത്, ഏൺസ് ക്രെഡിറ്റ് ഇഫ് ഹി ഓർ ഷീ പാസസ് ദാറ്റ് കോഴ്സ്. യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതി അത് പാസ്സായി കഴിഞ്ഞാൽ ആ ക്രെഡിറ്റ് കിട്ടും. ഇങ്ങനെ കിട്ടുന്ന ക്രെഡിറ്റുകളാണ് ഇവിടെ പട്ടികയായിട്ട് ഓരോ സെമസ്റ്ററിലേത് ചേർത്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്ററിൽ 20 ക്രെഡിറ്റ് ആണ് ടോട്ടൽ എല്ലാ വിഷയങ്ങൾക്കും കൂടി, കോഴ്സുകൾക്കും കൂടി ഉള്ളത്. സെക്കൻഡ് സെമസ്റ്ററിൽ അത് കുറച്ച് കൂട്ടി ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു തിയറി സബ്ജക്റ്റ് എണ്ണം കുറച്ചിട്ടുണ്ട്. 5 തിയറി കോഴ്സുകളും 2 പ്രാക്ടിക്കൽസും ആണ് അവിടെ ഉള്ളത്. അങ്ങനെയാണ് ഇവിടെ ക്രെഡിറ്റ് കുറഞ്ഞു പോയിരിക്കുന്നത്. ഒരു ക്രെഡിറ്റിന് സാധാരണ 4, ഒരു കോഴ്സിന് സാധാരണ 4 ക്രെഡിറ്റ് ആണ്. അങ്ങനെയാണ് ഈ ഡിഫറൻസ് ഇവിടെ കാണിക്കുന്നത്. 4 3 വരാം. അപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ വരുമ്പോൾ അത് ഫുൾ സ്വിങ്ങിൽ വന്നു, 24 ക്രെഡിറ്റ് വന്നു. തേർഡ് സെമ്മിലാണ് വിദ്യാർത്ഥികളെല്ലാവരും അവരവരുടെ മാതൃവിഷയങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നത്, അതിന്റെ ഫണ്ടമെന്റൽസ് പഠിക്കുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ സെമസ്റ്ററിലും വെച്ച് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റുകൾ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത്, ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെയാണ്. ഫോർത്ത് സെമസ്റ്റർ അതുപോലെ തന്നെ ഒട്ടും കുറവില്ല, 24 ക്രെഡിറ്റ് ഉണ്ട്. ഫിഫ്ത്ത് സെമസ്റ്റർ എത്തുമ്പോൾ വീണ്ടും അത് കുറച്ചിരിക്കുകയാണ്. അങ്ങോട്ട് ഇനി കുറച്ച് കൊണ്ടുപോവാണ്. കാരണം പ്ലേസ്മെന്റിനൊക്കെയുള്ള ട്രെയിനിങ്ങുകൾ ഇവിടെ തുടങ്ങും. നമ്മൾ ഗേറ്റ് എക്സാമിനൊക്കെയുള്ള ഒരു പരിശീലനം ഇവിടെ തുടങ്ങണം. ഫിഫ്ത്ത് സെമസ്റ്റർ എത്തുമ്പോഴാണ് ഏറ്റവും നല്ലത്. കാരണം ഗേറ്റ് ഒക്കെ എഴുതുമ്പോൾ അതുപോലെ പ്ലേസ്മെന്റിനൊക്കെ ശ്രമിക്കുമ്പോൾ കുറച്ചെങ്കിലും നമ്മുടെ വിഷയങ്ങൾ ഫീൽഡിലെ ഒരു വർഷമെങ്കിലും തേർഡ് ഫോർത്ത് സെമസ്റ്റർ എങ്കിലും പഠിച്ചിട്ട് അത് നേടിക്കഴിഞ്ഞാലേ അത് എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അങ്ങനെ 5-6 സെമസ്റ്ററുകളിൽ 23 ക്രെഡിറ്റ് ഉണ്ട്. ഇത് ഓരോന്ന് കൂട്ടിയെടുത്തിരിക്കുകയാണ് ഇവിടെ. അതാണ് ക്യുമുലേറ്റീവ് ക്രെഡിറ്റ്സ്. 7th എത്തുമ്പോൾ ക്രെഡിറ്റ് വീണ്ടും കുറഞ്ഞു. പ്ലേസ്മെന്റിന്റെ ഒരു പീക്കിലെത്തുന്ന സമയമാണത്. അതുപോലെ ഇന്റേൺഷിപ്പും പ്രോജക്റ്റും ഒക്കെ വരുന്നതാണ് 7th 8th 8th അവസാനം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ അവിടെ വിഷയങ്ങൾ കുറിച്ചിരിക്കുന്നു. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഇല്ല, പ്രോജക്റ്റ് മാത്രമേ ഉള്ളൂ. പ്രോജക്റ്റിന്റെ ഇവാലുവേഷൻ ഇന്റേണൽ ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. അവിടെ ഒരു കമ്മിറ്റിയൊക്കെ ടീച്ചേഴ്സ്, ഫാക്കൽറ്റിയുടെ, എക്സ്പേർട്സിന്റെ ഒക്കെ കമ്മിറ്റിയൊക്കെ ഫോം ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ഇവാലുവേഷൻ നടത്തുന്നത്. നേരത്തെ 2019 സ്കീമിന് എക്സ്റ്റേണൽ ആയിട്ട് എക്സാമിനറൊക്കെ വന്നിട്ട് ഇവാലുവേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ അത് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ 167 ക്രെഡിറ്റുകൾ ഇങ്ങനെ വന്നിരിക്കുന്നു. അതിൽ തന്നെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന്, അതിനാണ് ഈ സ്ലൈഡ് തന്നെ ഞാൻ എടുത്ത് വിശദമാക്കുന്നത്. ഫസ്റ്റ് ഇയർ പഠിക്കാൻ കീം ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടി S1-ൽ നിന്ന് എല്ലാ വിഷയങ്ങളും ക്ലാസ്സിലിരുന്ന് പഠിച്ച് ആ ക്ലാസ് റിക്വയർമെന്റ് പൂർത്തിയാക്കിയിട്ട് സെക്കൻഡ് സെമസ്റ്റർ രജിസ്റ്റർ ചെയ്യാൻ എലിജിബിലിറ്റി നേടും. അവിടെ പ്രത്യേകിച്ച് ഇത്ര ക്രെഡിറ്റ് നേടണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല. നേരത്തെ അതൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ അങ്ങനെ വരുന്നില്ല. അതുപോലെ തേർഡ് സെമസ്റ്ററിലേക്ക് പോകാനും യാതൊരു നിബന്ധനയും പറയുന്നില്ല. തേർഡ് ഫോർത്ത് സെമസ്റ്റർ വരെ വേറെ ഒരു ഡിറ്റൻഷനും ഇല്ലാതെ പോകാൻ സാധിക്കും. പക്ഷേ ഫിഫ്ത്ത് സെമസ്റ്റർ പഠിക്കാൻ കോഴ്സിന് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, അതായത് 2 തരം രജിസ്ട്രേഷൻ ഓരോ സെമസ്റ്ററും വരും. സെമസ്റ്ററിന്റെ തുടക്കത്തിൽ കോഴ്സ് രജിസ്ട്രേഷൻ എന്നും, അതായത് ഒരു ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കിട്ടി രജിസ്റ്റർ ചെയ്യുന്നത് എന്നും, പരീക്ഷയ്ക്ക് മുമ്പ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് മുമ്പ് എക്സാം രജിസ്ട്രേഷൻ എന്നും പറഞ്ഞ് 2 തരത്തിലുള്ള രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ ഫിഫ്ത്ത് സെമസ്റ്ററിലേക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ, അതായത് തേർഡ് ഇയറിലേക്ക് പ്രൊമോട്ടഡ് ആവണമെങ്കിൽ
ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും ടോട്ടൽ എത്ര ക്രെഡിറ്റ് ഉണ്ട്? 44 ഉണ്ട്. ആ 44-ൽ 18 ക്രെഡിറ്റ് നേടിയിരിക്കണം. അതായത് ഏതെങ്കിലും വിദ്യാർത്ഥി തോൽവിയൊക്കെ സംഭവിച്ച് ക്രെഡിറ്റ് കുറഞ്ഞു പോയി 18-ൽ താഴെയാണ് ക്രെഡിറ്റ് നിൽക്കുന്നെങ്കിൽ അയാള് ഇയർ ഔട്ടായി പുറത്തു നിന്ന് അത് പരിഹരിച്ച് ക്രെഡിറ്റ് കൂട്ടിക്കൊണ്ടു കൂടുതൽ എണ്ണം പാസ്സായിട്ട് മിനിമം 18 ക്രെഡിറ്റ് എങ്കിലും നേടിയിരിക്കണം. അതുപോലെയാണ് ഫൈനൽ ഇയർ പഠനം തുടരണമെങ്കിൽ 37 ക്രെഡിറ്റ് S1, S2, S3, S4. അപ്പൊ S5, S6ലെയും ക്രെഡിറ്റ് അവിടെ കൂട്ടൂല. SM-ലേക്ക് ഫൈനൽ ഇയറിലേക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ 93 ക്രെഡിറ്റുകളിൽ 37 എങ്കിലും ഏകദേശം 1/3 അടുപ്പിച്ചേ വരുന്നുള്ളത്. അപ്പോ 37 ക്രെഡിറ്റ് എങ്കിലും നേടിയിട്ടില്ലെങ്കിൽ പ്രൊമോഷന് അർഹതയില്ല എന്നാണ് നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് നടപ്പാകും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഗൗരവത്തിൽ തന്നെ വിദ്യാർത്ഥികൾ പഠനത്തെ കാണേണ്ടതുണ്ട്. ഇനി നമ്മുടെ എഞ്ചിനീയറിംഗിന്റെ തന്നെ അക്കാദമിക് ഇയർ എന്ന് പറയുന്നത് ഇപ്പൊ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 1-ാം തീയതി ആണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ അങ്ങനെയല്ല. എഞ്ചിനീയേഴ്സിൻ്റെത് 2 സെമസ്റ്റർ, ഓഡ് സെമസ്റ്റർ ഉണ്ട്, ഈവൺ സെമസ്റ്റർ ഉണ്ട്. ഒറ്റ സ്ഥാനത്തിരിക്കുന്ന 1, 3, 5, 7 ഇങ്ങനെ 4 വർഷങ്ങളിലെയും ഒറ്റ സ്ഥാനത്തിരിക്കുന്ന സെമസ്റ്ററിനെയാണ് ഓഡ് സെമസ്റ്റർ എന്ന് പറയുന്നത്. അതിന്റെ നിർവചനം എല്ലാ ജൂലൈ 1-ാം തീയതി മുതൽ നമ്മുടെ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാണ്. അത് കൃത്യം 6 മാസം, അതായത് 31 ഡിസംബർ വരെ അത് തുടരും. ഈവൺ സെമസ്റ്റേഴ്സ് ഇപ്പൊ S2 എന്ന് പറയുന്നത് ശരിക്ക് തുടങ്ങേണ്ടത് ന്യൂ ഇയർ ഡേ ജാനുവരി 1-ാം തീയതി ഓരോ വർഷവും, എന്നിട്ട് ജൂൺ 30-ാം തീയതിയാണ് അത് തീരുന്നത്. അതിന്റെ എല്ലാ കാര്യങ്ങളും തീർന്ന് റിസൾട്ട് വരും ആ സമയമാകുമ്പോഴേക്കും എന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചാലേ നമുക്ക് അതുകൊണ്ട് ഒരു ഫലവും കിട്ടത്തുള്ളൂ. അപ്പോൾ ഓരോ സെമസ്റ്റർ എന്ന് വെച്ചാൽ 6 മാസക്കാലം. അതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാം. ആ 6 മാസക്കാലമുള്ള ക്ലാസ്സുകൾ 72 വർക്കിംഗ് ഡേയ്സിൽ നടന്നിരിക്കണമെന്നാണ് യൂണിവേഴ്സിറ്റി തന്നെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. 72 വർക്കിംഗ് ഡേയ്സ്. അപ്പൊ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അവധി വരുന്നതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ സാറ്റർഡേയ്സും കൂടി എടുക്കാറുണ്ട്. അങ്ങനെ യൂണിവേഴ്സിറ്റി ഒരു കലണ്ടർ തന്നെ പ്രഖ്യാപിക്കും. അതിനു മുമ്പ് നമുക്ക് അതിന്റെ കലണ്ടറുടെ മാതൃക നമുക്ക് നോക്കാം. വെബ്സൈറ്റിൽ ഏത് വർഷത്തെ കലണ്ടർ വേണമെങ്കിലും ഉണ്ടാവും. കഴിഞ്ഞുപോയ തലേ വർഷങ്ങളിലെ കലണ്ടറും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഒരു സെമസ്റ്റർ 6 മാസക്കാലം എന്ന് പറയുന്നത് ആദ്യത്തെ 4 മാസം, ജൂലൈ 1-ാം തീയതി ക്ലാസ് തുടങ്ങിയാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ വരെ അവിടെ ക്ലാസ്സുകളാണ് പറഞ്ഞിരിക്കുന്നത്. 4 മാസക്കാലം കൊണ്ട് 72 വർക്കിംഗ് ഡേയ്സ് എങ്കിലും തികഞ്ഞിരിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് ചെറിയ നീക്കുപോക്കൊക്കെ യൂണിവേഴ്സിറ്റി തന്നെ വരുത്തുന്നതായിരിക്കും. ചിലപ്പോൾ കോഴ്സ് ലാക്ക് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി 72 എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ 70-ൽ ക്ലാസ് നിർത്തിയെന്നിരിക്കും. അതിനുള്ളിൽ പോർഷൻ നമ്മൾ തീർക്കും. അധ്യാപകർ ക്ലാസ് ക്യാമ്പസുകളിൽ അതും അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് ഒരു മുൻകൂർ സൂചന കിട്ടിക്കഴിഞ്ഞാൽ സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ വെച്ചിട്ടും അത് തീർക്കും. അങ്ങനെ 4 മാസക്കാലത്തെ ക്ലാസ് കഴിഞ്ഞാൽ 10 ദിവസം സ്റ്റഡി ലീവിന് അർഹതയുണ്ട് എന്ന് നിയമത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. 2015 സ്കീമിലൊന്നും നിയമത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടില്ലായിരുന്നു. യൂണിവേഴ്സിറ്റി കാലോചിതമായിട്ട് അത് നൽകുമായിരുന്നു സ്റ്റഡി ലീവ്. ചിലപ്പോൾ 5 ദിവസം കിട്ടാറുള്ളൂ, ചിലപ്പോൾ ഒരാഴ്ച കഷ്ടിച്ച് കിട്ടും. പക്ഷെ ഇവിടെ 10 ദിവസമാണ്. ഇപ്പോ പുതിയ ഇതിന്റെ S1-ന്റെ കലണ്ടർ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ കൃത്യം 10 ദിവസം കഴിഞ്ഞിട്ടാണ് യൂണിവേഴ്സിറ്റി പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ ഓരോ വർഷവും പഠനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യൂണിവേഴ്സിറ്റി അതിന്റെ അക്കാദമിക് കലണ്ടർ പബ്ലിഷ് ചെയ്യും. പരമാവധി അത് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് തന്നെ പോകും. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ വന്നാൽ, ഇപ്പൊ എലക്ഷൻസ് ഒക്കെ വന്നാൽ ചിലപ്പോൾ നീണ്ടുപോകും. ചിലപ്പോൾ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പഠനം മുടങ്ങും. കൊറോണ വന്നപ്പോൾ വളരെ ഗൗരവമായിട്ട് പഠനത്തെ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ വന്നാലും ക്ലാസ് 4 മാസക്കാലം കഴിഞ്ഞാൽ 10 ദിവസം സ്റ്റഡി ലീവ് കഴിഞ്ഞാൽ 2 ആഴ്ച സമയം കൊണ്ട് യൂണിവേഴ്സിറ്റി പരീക്ഷകൾ തീരും. 6 വിഷയങ്ങൾ, തിയറി കോഴ്സുകൾ തിങ്കൾ, ബുധൻ, വെള്ളി അല്ലെങ്കിൽ ചൊവ്വ, വ്യാഴം, ശനി
ദിവസങ്ങളിലായിട്ട് അങ്ങനെയാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഒരു തിങ്കൾ ബുധൻ വെള്ളി, അടുത്ത തിങ്കൾ ബുധൻ വെള്ളി ചില സെമസ്റ്ററുകളിൽ പരീക്ഷ നടന്നെങ്കിൽ വേറെ ചില സെമസ്റ്ററുകൾക്ക് അത് ചൊവ്വ വ്യാഴം ശനി അങ്ങനെ ആയിരിക്കും. അങ്ങനെ 2 ആഴ്ച കൊണ്ട് തിയറി പരീക്ഷകൾ തീരും. തുടർന്ന് വരുന്ന 2 ആഴ്ച, അതിന് തൊട്ട് വരുന്ന 2 ആഴ്ച ലാബ് പരീക്ഷകൾ നടക്കും. ലാബ് പരീക്ഷ നടത്താൻ എക്സ്റ്റേണൽ എക്സാമിനർ വരേണ്ടതുണ്ട്. വേറെ കോളേജിൽ നിന്ന് ഒരു അധ്യാപകൻ വന്നിട്ട് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആള്, വിദ്യാർത്ഥികൾക്ക് പരിചയമില്ല, അപ്പൊ മുഖം നോക്കി അവിടെ മാർക്ക് കിട്ടുന്നുള്ള പരാതി വരില്ല. അങ്ങനെ വേറെ ഒരു കോളേജിൽ നിന്ന് അധ്യാപകരെ യൂണിവേഴ്സിറ്റി നിയമിക്കും. അവർ വന്നിട്ടായിരിക്കും പരീക്ഷ നടത്തുക, ലാബ് പരീക്ഷ. അങ്ങനെ പരീക്ഷകളെല്ലാം കഴിഞ്ഞു. പിന്നെ വരുന്ന ദിവസങ്ങൾ അത് ഏറെക്കുറെ 3-4 ആഴ്ച വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വിദ്യാർത്ഥികൾക്ക് ഒരു ബ്രേക്ക്, സെമസ്റ്റർ ബ്രേക്ക് ആയിട്ട് കിട്ടും. പക്ഷെ ആ സമയത്താണ് സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ നടക്കുന്നത്. അധ്യാപകർ വളരെ ടൈറ്റായിട്ട്, വളരെ കൃത്യമായിട്ട് ആ സമയങ്ങളിൽ അവരവരുടെ കോളേജുകളിൽ ലഭ്യമാക്കിയിട്ടുള്ള പരീക്ഷാ പേപ്പറുകൾ, അവർ പഠിപ്പിച്ചിട്ടുള്ള വിഷയങ്ങൾ മുഖ്യമായിട്ടും അത് വാല്യൂ ചെയ്ത് തീർക്കുന്നതായിരിക്കും. ഇങ്ങനെ കഴിഞ്ഞാൽ ഈ 6 മാസക്കാലം കൊണ്ട് അതിന്റെ വർക്കുകളൊക്കെ തീർന്നു. അല്പ ദിവസങ്ങൾക്കുള്ളിൽ, ചിലപ്പോൾ ഒരാഴ്ച സമയമെടുക്കും, അത് ഈ പറയുന്ന പീരീഡിൽ തന്നെ തീരും, അല്ലെങ്കിൽ അതിന്റെ തൊട്ട് ശേഷം തീരും. റിസൾട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കും യൂണിവേഴ്സിറ്റിക്ക്. അപ്പോൾ ഓരോ സെമസ്റ്ററിന്റെയും മുഴുവൻ കാര്യങ്ങൾ അവിടെ തീരുന്നതായിരിക്കും. ഇത് അക്കാദമിക് കലണ്ടർ ആയിട്ട് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ മാത്രമല്ല, യൂണിവേഴ്സിറ്റി തന്നെ റൂൾസിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് തന്നെയാണ്. അതുകൂടാതെ പല അവധികളും, ഇപ്പോൾ ഓണം, വിഷു, ദീപാവലി, അതും ഒക്കെ അതിനകത്ത് കാണും. അത് ഞാൻ ഇവിടെ എടുത്തു പറയുന്നില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പഠനം സംബന്ധിച്ചുള്ളത്. കമൻസ്മെന്റ് ഓഫ് എ സെമസ്റ്റർ, അതുപോലെ കംപ്ലീഷൻ ഓഫ് എ സെമസ്റ്റർ, അതിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന് എത്ര വർക്കിംഗ് ഡേയ്സ് എന്ന ഒരു കോളത്തിലും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സെമസ്റ്റർ എൻറോൾമെന്റ് ഡേറ്റ് എന്ന് വെച്ചാൽ കോഴ്സ് രജിസ്ട്രേഷൻ നടത്തി ഫീസ് ഒക്കെ അടച്ച് ഒരു നിശ്ചിത തീയതിക്കുള്ളിൽ അത് തീർക്കണം, ആ ഒരു ഫോർമാലിറ്റി. കാരണം ഫീസ് ഒക്കെ അടയ്ക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും ഓൺലൈനൊക്കെ അവസരം ഉണ്ടായെന്ന് വരില്ല. കൗണ്ടറിൽ ചെന്ന് കോളേജിലെ കൗണ്ടറിൽ തന്നെ അടയ്ക്കുന്ന സംവിധാനവും ചില കോളേജുകളിലുണ്ട്. അതാണ് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു ഡേറ്റ് വെച്ചിരിക്കുന്നത്. പിന്നെയുള്ള വളരെ പ്രധാനപ്പെട്ടതും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണിത്. ഇതിൽ തെറ്റ് വരാൻ പാടില്ല. എല്ലാവരും അവരുടെ പഠിക്കാൻ പോകുന്ന കോഴ്സ് ഓരോ സെമസ്റ്ററിലെ തുടക്കത്തിൽ തന്നെ അത് ചെയ്യണം. അതിനെ മാപ്പ് ചെയ്യും. മാപ്പ് ചെയ്യുന്നത് വിദ്യാർത്ഥികളല്ല, അധ്യാപകരാണ്. ഓരോ കോഴ്സ്, ഓരോ സബ്ജക്റ്റ്, തിയറി ആയാലും പ്രാക്ടിക്കൽ ആയാലും പഠിപ്പിക്കുന്ന അധ്യാപകർക്കെല്ലാം ഓരോ ID, ഫാക്കൽറ്റി ID കൊടുത്തിട്ടുണ്ട്, ടീച്ചേഴ്സിനുള്ള ID നമ്പർ. വിദ്യാർത്ഥികൾക്ക്, ഫസ്റ്റ് ഇയർ നിങ്ങൾ പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ അപ്ലോഡ് ചെയ്യാൻ പറയുന്ന സമയമാണ് തുടക്കത്തിൽ തന്നെ. അതിന് ഒരു ആഴ്ചയോ 10 ദിവസമോ സമയം തരും. അത് ഉടൻ തന്നെ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഒരു സ്റ്റുഡന്റ് ID ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകർ ഓരോ കോഴ്സും അവിടെ മാപ്പിംഗ് നടക്കും. അതിനുള്ള ഡേറ്റും അവിടെ നിർവചിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആകുമ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ആ ഡേറ്റ് കഴിയുമ്പോൾ ഓരോ വിഷയങ്ങൾ ഏതൊക്കെ അധ്യാപകർ പഠിപ്പിക്കുന്നു എന്നുള്ള ഒരു ഡാറ്റ ബാങ്ക് അവർക്ക് കിട്ടി. പേപ്പറുകൾ വാല്യൂ ചെയ്യുമ്പോഴും അവരുടെ പേര് വെച്ചിട്ട് അവിടെ ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതാണ്. പിന്നെ പഠനം അങ്ങ് പുരോഗമിക്കുന്ന സമയത്ത് തന്നെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ഡേറ്റ് വരും. ഡേറ്റ് നേരത്തെ കലണ്ടറിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റ് പബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സാധാരണഗതിയിൽ യൂണിവേഴ്സിറ്റി പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്ന 1-1.5, ചിലപ്പോൾ 2 മാസം മുമ്പേ അത് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടും. അതിൽ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾ തന്നെ അവരവരുടെ പോർട്ടലിൽ കയറിയിട്ട് അവർക്കൊരു ID കിട്ടുമല്ലോ, അതിന് പാസ്വേഡ് ഉണ്ടാവും. അത് വെച്ച് ലോഗിൻ ചെയ്തിട്ട് അവര് പഠിച്ചുകൊണ്ടിരിക്കുന്ന സെമസ്റ്ററിലെ പഠിക്കുന്ന കോഴ്സുകൾ, അങ്ങനെ പറയാൻ കാരണം ഇപ്പൊ S1 എല്ലാവർക്കും ഒരേ കോഴ്സുകളായിരിക്കും, S2 ചിലപ്പോൾ S3, S4 ഒന്ന് തന്നെയായിരിക്കും. പക്ഷെ അതിലും ചിലതൊക്കെ വ്യത്യാസം വരും. അത് കരിക്കുലം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ SY എത്തുമ്പോൾ ഇലക്റ്റീവ് സബ്ജക്റ്റ് വരുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന അതേ ക്ലാസ്സിലെ വിദ്യാർത്ഥിയുടെ കോഴ്സ് ആയിരിക്കില്ല വേറൊരു വിദ്യാർത്ഥിക്ക് വരുന്നത്.
അവരുടെ ഇലക്റ്റീവിൽ മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് ഈ എക്സാമിനേഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. തെറ്റിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷ എഴുതാൻ ചില ബുദ്ധിമുട്ടുകൾ വരും. എഴുതി കഴിഞ്ഞാൽ റിസൾട്ടൊക്കെ സമയത്ത് വരത്തില്ല. അതിലൊക്കെ കൺഫ്യൂഷൻസ് വരും. പേപ്പർ വാല്യൂ ചെയ്യുമ്പോഴും അതിന്റെ മാർക്ക് എൻട്രി ചെയ്യുമ്പോഴും ഒക്കെ സാങ്കേതികമായിട്ട് പല പ്രശ്നങ്ങളും വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, അപ്പോൾ അവിടെ നമുക്കത് തെറ്റ് വരാതിരിക്കാൻ, കാരണം ചില വിഷയങ്ങൾ ഒരേപോലത്തെ പേരുകളൊക്കെ ഉണ്ടാകും. കോഴ്സസ് എന്നാണ് അതിനെ പറയുന്നത്. കോഴ്സുകൾക്കെല്ലാം കോഴ്സ് കോഡും ഉണ്ട്, കോഴ്സ് നെയിമും ഉണ്ട്. അതൊക്കെ കരിക്കുലം എന്ന് പറയുന്ന അടുത്ത ഒരു വീഡിയോയിൽ വിശദമായിട്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ എക്സാം രജിസ്ട്രേഷൻ, കോഴ്സ് രജിസ്ട്രേഷനും കോഴ്സ് സെലക്ഷനും എക്സാം രജിസ്ട്രേഷനും ചെയ്യുമ്പോൾ അവർ പഠിക്കാൻ പോകുന്ന വിഷയങ്ങൾ, അതുപോലെ പഠിക്കാൻ എടുത്തിരിക്കുന്ന വിഷയങ്ങൾ കൃത്യമായിട്ട് ചൂസ് ചെയ്യണം, ക്ലിക്ക് ചെയ്യണം. പിന്നെ അക്കാദമിക് കലണ്ടറിൽ നമ്മൾ ശ്രദ്ധിക്കാവുന്നത് ടൈം ടേബിൾ ഓഫ് ഇന്റേണൽ ഇവാലുവേഷൻ, 2 സീരീസ് പരീക്ഷകൾ പറയുന്നു. അതെന്ന് തീരണം, അതിന്റെ മാർക്ക് എന്ന് അറിയിച്ചിരിക്കണം കുട്ടികൾക്ക് എന്നുള്ളത് അതിൽ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്ന് സ്റ്റാർട്ട് ചെയ്യും, ഓരോ പരീക്ഷയും അതിന് ഓരോ കോഴ്സിനും അല്ലെങ്കിൽ വിഷയത്തിനും ഓരോ സ്ലോട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ABCD അങ്ങനെ പോകും. അപ്പൊ ഓരോ സ്ലോട്ടും ഏത് ദിവസമാണ് പരീക്ഷ വരുന്നതെന്ന് ഒരു ടൈം ടേബിൾ പോലെ തന്നെ അവിടെ ഒരു എംപിറിക്കലായിട്ട്, ഒരു ഔട്ട്ലൈൻ ആയിട്ട് നമുക്ക് അക്കാദമിക് കലണ്ടറിൽ കാണാൻ സാധിക്കും. അതുപോലെ പ്രധാനമാണ് പബ്ലിഷിംഗ് ഓഫ് അറ്റൻഡൻസ് ആൻഡ് ഇന്റേണൽ മാർക്സ്. ഒരു സെമസ്റ്റർ അവസാനിച്ച് അതിന്റെ മാർക്ക് എപ്പോഴാണോ അപ്ലോഡ് ചെയ്ത് അത് പബ്ലിഷ് ചെയ്യുന്നത്, അത് നോക്കിയിട്ടാണ് ഓരോ വിഷയവും ഓരോ കുട്ടിക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് എലിജിബിലിറ്റി ഉണ്ടോയെന്ന് അവസാനം തീരുമാനമാകുക. അതുപോലെ ഇന്റേണൽ മാർക്സും കുട്ടികൾ നേടുന്ന മാർക്ക് അവരെ കാണിച്ചൊക്കെ ആയിരിക്കും അത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലെ അധ്യാപകർ, അതാത് പഠിപ്പിക്കുന്ന അധ്യാപകൻ തന്നെ അവരുടെ ID മുഖാന്തരം അപ്ലോഡ് ചെയ്യുന്നതാണ്. അവർക്കും അത് സ്വതന്ത്രമായിട്ട് അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പവർ കൊടുത്തിട്ടില്ല. അവർക്ക് പവറുണ്ട്. അവരവർ പഠിപ്പിച്ച വിഷയങ്ങളുടെ മാർക്ക് അവര് പബ്ലിഷ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഫാക്കൽറ്റി അഡ്വൈസർ നോക്കും. ആ ഫാക്കൽറ്റി അഡ്വൈസർ വഴി HOD നോക്കും. HOD നോക്കിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പൾ നോക്കിയിട്ട് അത് യൂണിവേഴ്സിറ്റിക്ക് ഫോർവേഡ് ചെയ്ത് പോകുള്ളൂ, സബ്മിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പല ആൾക്കാർ ആ മാർക്കൊക്കെ കണ്ട് വെരിഫൈ ചെയ്തിട്ട് അതിനിടയ്ക്ക് വേറെ ചില കമ്മിറ്റികളൊക്കെ ഉണ്ട്. ആ കമ്മിറ്റികളും കൂടിയൊക്കെ ഈ മാർക്കുകളൊക്കെ വിലയിരുത്തി ഒക്കെ പോയിട്ടാണ് അവസാനം യൂണിവേഴ്സിറ്റിക്ക് അത് ലഭിക്കുക. വിദ്യാർത്ഥികൾക്കും അത് അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്കെ അവിടെ കലണ്ടറിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതുപോലെ ആയിരിക്കും ഒരു കലണ്ടർ കാണാൻ. ഇതിപ്പോ നിങ്ങൾക്ക് വായിക്കാൻ ഈ വീഡിയോയിൽ തന്നെ കണ്ടെന്ന് വരില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ അക്കാദമിക് കലണ്ടർ എന്ന ലിങ്കിൽ ചെന്ന് ഏത് വർഷത്തെ അല്ലെങ്കിൽ ഏത് സെമസ്റ്ററിന്റെ കലണ്ടർ വേണമെന്ന് നിങ്ങൾ അവിടെ കൊടുത്തിട്ട് അത് കാണുക. ഇത് പഴയ ഒരു വർഷത്തെ കലണ്ടറാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാം ഇതേ മാതൃകയിൽ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇവിടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വളരെ ഗൗരവമായിട്ട് അറിയേണ്ട മറ്റൊന്നാണ്, ഞാൻ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ടത്. അത് അടുത്ത വീഡിയോയിൽ കരിക്കുലം എന്ന ഒരു ടോപ്പിക്കിൽ ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും. തൽക്കാലം ഇവിടെ ഈ വീഡിയോ നിർത്തുകയാണ്.